ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ക്ലർക്ക് ടൈപ്പിസ്റ്റിൻ്റെ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് ഈ യൂട്യൂബ് ചാനലിലൂടെ നൽകുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേർഡിൽ സ്ഥിരമായി ചോദിക്കാറുള്ള ചില ഷോർട്ട് കട്ട്സാണ്. ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തത് കൺട്രോൾ+A. കൺട്രോൾ+A എന്ന് പറയുന്നത് സെലക്ടോ. കൺട്രോൾ+A എന്താണ്? സെലക്ടോ. കൺട്രോൾ+B ബോൾഡ്. നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത് വച്ചേക്കുന്ന വേർഡാകാം, ലെറ്ററാകാം, എന്തിനായാലും ബോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ചും കൂടെ എടുത്തറിയാൻ ഉപയോഗിക്കുന്ന ഒരു വേർഡിൻ്റെ ഒരു ഫീച്ചറാണ്. നമുക്ക് എക്സലും ചെയ്യാൻ പറ്റും. എക്സലും ഇതേ ഷോർട്ട് കട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ എക്സലിൻ്റെ സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കൺട്രോൾ+B ബോൾഡാക്കാൻ ഉപയോഗിക്കുന്നതാണ്. മൂന്നാമത്തത് കൺട്രോൾ+C. കൺട്രോൾ+C എന്ന് പറയുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കോപ്പി ചെയ്യാനാണ്. നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് വച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റിനെ കോപ്പി ചെയ്യാനായിട്ടാണ് നമ്മൾ കൺട്രോൾ+C ഉപയോഗിക്കുന്നത്. കൺട്രോൾ+B ഉപയോഗിക്കുന്നത് ഫോണ്ട് ഡയലോഗ് ബോക്സ് ഷോ ചെയ്യാനായിട്ടാണ്. അടുത്ത് കൺട്രോൾ+C ഉപയോഗിക്കുന്നത് സെൻറ്ററിൽ അലൈൻ ചെയ്യാനായിട്ടാണ്. അപ്പോൾ 5 പഠിച്ചു. ഏതൊക്കെയാണ്? കൺട്രോൾ+A നമ്മൾ സെലക്ട് ഓളാണ് ഉപയോഗിക്കുന്നത്. കൺട്രോൾ+B ഉപയോഗിക്കുന്നത് ഫോണ്ടായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വച്ചേക്കുന്നതിന് ഫോണ്ട് ബോൾഡ് ആക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. കൺട്രോൾ+C കോപ്പി ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. കൺട്രോൾ+D ഉപയോഗിക്കുന്നത് ഫോണ്ട് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാനായിട്ടാണ്. അത് കൺട്രോൾ+E എന്തിനാണ് ഉപയോഗിക്കുന്നത്? സെൻറ്ററിൽ അലൈൻ ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇത്ര 5 ഷോർട്ട് കട്ട് പഠിച്ചു. അടുത്ത 5 പഠിക്കാം. കൺട്രോൾ+F നമ്മൾ ഫോണ്ട്, ഇപ്പം നമ്മൾ ഫൈൻഡ് ഡയലോഗ് ബോക്സ് അല്ലെങ്കിൽ ഫൈൻഡ്